മാർക്ക് മോബിയസ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഈ ലോകത്ത് നിന്ന് പോയ ഒരു വലിയൊരു ഇൻവെസ്റ്ററാണ് മാർക്ക് മോബിയസ്. അദ്ദേഹം അമേരിക്കക്കാരനായിരുന്നു, പക്ഷേ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ വളരെയേറെ വിശ്വസിച്ചിരുന്ന ഒരാളാണ്. ഇന്ത്യ എന്നല്ല, എല്ലാ എമർജിംഗ് സ്റ്റോക്ക് മാർക്കറ്റിലും അയാളുടെ ഫുട് പ്രിൻറ്റ്സ് ഉണ്ടായിരുന്നു. അയാളുടെ സ്ട്രാറ്റജിയെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു തിയറി അനുസരിച്ചിട്ട് നമ്മുടെ സമ്പാദ്യത്തിലെ ഒരു 50% നമ്മൾ സേവ് ചെയ്യണം. വരുമാനത്തിൻ്റെ 50% സേവ് ചെയ്യണം എന്ന ഒരു അഭിപ്രായക്കാരനാണ് അദ്ദേഹം. അതിൽ അയാൾ പറയുന്നത് 50% ഈക്വിറ്റി വെക്കണം, ഒരു കുറച്ച് 10% ഗോൾഡായിരിക്കണം, പിന്നെ ഒരു 20% പ്ലസ് അത് പ്രോപ്പർട്ടി. അതായത് ഒരു ഡൈവേഴ്സിഫിക്കേഷനിൽ വിശ്വസിക്കുന്ന ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ലോകമെമ്പാടും ഉള്ള ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റികൾ കണ്ടുപിടിച്ചിട്ടാണ് അയാൾ ഇൻവെസ്റ്റ് ചെയ്തിരുന്നത്. എമർജിംഗ് മാർക്കറ്റുകൾ, ഇന്ത്യ ഉൾപ്പെടെ, ഇന്ത്യയിൽ അയാൾക്ക് വലിയേറെ വിശ്വാസമുണ്ടായിരുന്നു. അയാൾ ക്രിപ്റ്റോയിൽ കോ എക്സിസ്റ്റ് ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ബാക്കിയുള്ള ക്യാഷിന്റെ ഒപ്പം. അദ്ദേഹം പറയുന്നത് പേഷ്യൻസ് ആണ് പ്രോഫിറ്റ് എന്നുള്ളതാണ്. അതായത് നമുക്ക് പേഷ്യൻസ് ഉണ്ടായിക്കഴിഞ്ഞാൽ പ്രോഫിറ്റിലേക്ക് നമുക്ക് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് എത്തിക്കാൻ പറ്റും എന്നുള്ളതാണ് അദ്ദേഹം പറയുന്ന ഒരു കാര്യം. പിന്നെ എപ്പോൾ വാങ്ങണം എന്നുള്ള കാര്യത്തിന് അദ്ദേഹം പറയുന്നത് മാസ് പാനിക് ഉള്ളപ്പോൾ വാങ്ങണം, അതുപോലെ ലിക്വിഡിറ്റി ക്രഞ്ച് ഉള്ളപ്പോൾ വാങ്ങണം, അതായത് ക്യാഷ് കയ്യിൽ വെക്കണം, ക്രാഷിന്റെ സമയത്ത് വാങ്ങാൻ. ഇതൊക്കെയാണ് അദ്ദേഹം, അതായത് ഒരു ഹൈ റിസ്ക്, വെയിറ്റ് ഫോർ ഓപ്പർച്യൂണിറ്റി, അതേപോലെ തന്നെ പേഷ്യൻസ്, ഇതിന്റെ ഒരു കോമ്പിനേഷനാണ് അദ്ദേഹത്തിന്റെ ഒരു മുഖമുദ്ര എന്ന് പറയാം. പിന്നെ അങ്ങേരുടെ ഒരു 5 ഫിംഗർ പോയിന്റ്സ് എന്ന് പറയുന്നത് ഗുഡ് ഏണിംഗ് ഗ്രോത്ത്, അതായത് നല്ല വരുമാന വളർച്ചയുള്ള ഇടത്തെ അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്യാറുള്ളൂ. ഒരു ഐഡിയ നല്ലതായി എന്നുള്ളത് കൊണ്ട് അത് ഒരു എക്സിക്യൂട്ട് ചെയ്ത് അതൊരു നല്ല ഇൻഡസ്ട്രിയായി നല്ലൊരു സ്റ്റോക്കായി മാറണമെന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അതേപോലെ തന്നെ ഹൈ റിട്ടേൺ ഓഫ് ക്യാപിറ്റൽ, ആ ഇൻവെസ്റ്റ് ചെയ്യുന്ന റിട്ടേൺസിന് നല്ല നല്ല റിട്ടേൺസ് വേണം, എന്നാലേ ഉള്ളൂ. പിന്നെ ലോ ഡെപ്റ്റ് പ്ലസ് ഈക്വിറ്റി, അതായത് ഡെപ്റ്റ് അധികമായാൽ ഒരു ക്രാഷിനെ സസ്റ്റെയിൻ ചെയ്യാൻ ആ ഇൻഡസ്ട്രിക്ക് പറ്റില്ല, അല്ല ആ സ്റ്റോക്കിന് പറ്റില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അതായത് സ്റ്റോക്സ് ലോ ഡെപ്റ്റിലാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്, കടമില്ലാത്തതാണ് നല്ലത് എന്നുള്ള ഒരു അഭിപ്രായക്കാരനാണ്. പിന്നെ ക്വാളിറ്റി മാനേജ്മെന്റ്, അദ്ദേഹം വിവിധ സ്ഥലങ്ങളിൽ പോയി, വിവിധ രാജ്യങ്ങളിൽ പോയി ആൾക്കാരെ കണ്ട് ആ മാനേജ്മെന്റിനെ ട്രസ്റ്റ് ചെയ്യാമെന്നുണ്ടെങ്കിൽ മാത്രമേ അദ്ദേഹം അവരുടെ സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ടായിരുന്നുള്ളൂ. പിന്നെ അദ്ദേഹം പറയുന്നത് ഒരു നല്ല ഗവേണൻസ് പ്ലസ് കൾച്ചർ ഉള്ളിടത്തെ അയാൾ ഇൻവെസ്റ്റ് ചെയ്യൂ. അതായത് ആ കമ്പനി എങ്ങനെ റൺ ചെയ്യുന്നു എന്നുള്ളത് അദ്ദേഹം പഠിക്കും. ആ പഠിച്ചതിന് ശേഷം ആ ഗവേണൻസ് നന്നായിരിക്കണം, അത് തന്നെയല്ല കമ്പനിയുടെ കൾച്ചർ നന്നായിരിക്കണം. അതായത് കമ്പനിയുടെ എംപ്ലോയീസ് അവരെങ്ങനെയാണ്, മോട്ടിവേറ്റഡ് ആണോ, അതോ നമ്മുടെ നാട്ടിലെ പല കമ്പനികളിൽ നടക്കുന്നത് ചവിട്ടി പിടിച്ചിട്ട് ചെയ്യുന്നതാണ്. ആ ഒരു രീതിയിലുള്ള കമ്പനികൾ, ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്ന ഫീൽഡിൽ അദ്ദേഹം നന്നായി നോക്കും. ആ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു കൾച്ചർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ കൂടി പഠിച്ചതിന് ശേഷമേ അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്യാറുള്ളൂ. ഈ ടൈപ്പ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഒരു നന്നായിട്ട് സ്റ്റഡി ചെയ്ത്, ഓപ്പർച്യൂണിറ്റിക്ക് വെയിറ്റ് ചെയ്ത്, ഡെപ്റ്റില് വിശ്വസിക്കാതെ, കടത്തിൽ വിശ്വസിക്കാതെ ചെയ്യുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് രീതിയാണ്. അദ്ദേഹം ഹൈലി സക്സസ്ഫുൾ ആയിരുന്നു. അദ്ദേഹത്തിന്റെ പല ഐഡിയകളും നമുക്ക് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ഐഡിയോളജിയിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. താങ്ക് യു.